ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ബാലി ചിന്തിച്ചു, എന്നെ പിടിക്കുവാൻ വരുന്ന ഈ പാപിയെ കക്ഷത്തിൽ കുടുക്കി തൂക്കിക്കൊണ്ട് ഞാൻ 3 വൻകടലുകളിലും ചാടിയെത്തും. ഗരുഡൻ്റെ കൊക്കിൽ തൂങ്ങിക്കിടക്കുന്ന നാഗം പോലെ വസ്ത്രം പോലും ഇല്ലാത്ത ദശകന്ധരൻ എൻ്റെ കൈക്കുടുക്കിൽ തൂങ്ങിക്കിടക്കട്ടെ. ഒരു നിമിഷം കൊണ്ട് ഇത്രയും ചിന്തിച്ചുറച്ച വാനരേശ്വരൻ നിശ്ചലമായ മാമല പോലെ ഇരുന്ന വേദമന്ത്രങ്ങൾ ഉച്ചരിച്ചു. ഭഗഗർവിതനായ രാക്ഷസ ചക്രവർത്തി കപിവരനെ പിടിക്കുവാൻ തയ്യാറായി. തന്നെ ഏറ്റവും സമീപിച്ച് പിടിക്കുവാൻ തുടങ്ങുകയായി എന്നു പാദപതനം കൊണ്ടറിഞ്ഞ ബാലി സർപ്പത്തെ താക്ഷ്യനെന്ന പോലെ വാലുകൊണ്ട് രാവണനെ തൂക്കിയെടുത്ത് കക്ഷത്തിൽ അമർത്തി ഊക്കിൽ ആകാശമാർഗത്തിലേക്ക് ചാടി അണഞ്ഞു. 20 കൈകൾ കൊണ്ടും രാവണൻ ബാലിയെ മാന്തി പൊളിച്ച് വേദനിപ്പിച്ചു. എന്നാൽ കൊടുങ്കാറ്റ് കാർമേഘത്തെ എന്ന പോലെ ദശാസ്യനെയും കൊണ്ട് വാനരേന്ദ്രൻ മിന്നൽ വേഗത്തിൽ യാത്ര തുടങ്ങി. കൂക്കിയും അട്ടഹസിച്ചും കൊണ്ട് രാക്ഷസ അമാത്യന്മാർ പിന്നാലെ ഓടിച്ചെന്നു. മധ്യാഹ്ന ഭാസ്കരനെ പിന്തുടരുന്ന കാർമേഘങ്ങൾ പോലെ ബാലിയെ അനുഗമിക്കുന്ന അരക്ക പ്രമുഖന്മാർ വാനിടത്തിൽ പ്രശോഭിച്ചു. അംഗത പിതാവിൻ്റെ കൈകാലടികളിൽ നിന്ന് അടിക്കുന്ന കാറ്റിൻ ശക്തി കൊണ്ട് രാവണ സജീവന്മാർ തളർന്നു. മഹാഗിരി പോലും ബാലി പോകുന്ന വഴി വിട്ടുമാറുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണോ മാംസരക്ത അസ്ഥികളോട് കൂടിയവരും ജീവനെ കൊതിക്കുന്നവരുമായ രാക്ഷസന്മാർ? പക്ഷികൾ കൂടി എത്താത്ത ഭാരതീ തീരങ്ങളിൽ വാനരേന്ദ്രൻ എത്തി. വായുമാർഗ സഞ്ചാരികളായ സകല ജീവികളും ബഹുമാനിക്കുന്ന ബാലി ത്രിലോകാധിപനായ രാവണനെയും തൂക്കിക്കൊണ്ട് പശ്ചിമസാഗര തീരത്തിലാണ് ആദ്യമെത്തിയത്. സ്നാനം, അർച്ചനം, ജപം തുടങ്ങിയവ യഥാവിധി നിർവഹിച്ച വാനരോത്തമൻ അസുരനെയും വഹിച്ചുകൊണ്ട് തന്നെ വീണ്ടും ഉയർന്നു. അനേകായിരം യോജന ദൂരത്തിൽ വടക്കേ സമുദ്ര തീരത്തിലാണ് വായു, മനസ്സ് എന്നിവയെപ്പോലെ വേഗതയാർന്ന ഇന്ദ്രസുതൻ അടുത്ത പടിയെത്തിയത്. സാധാരണ പോലെ സന്ധ്യാവന്ദനങ്ങൾ അനായാസമായി അസുരവരനെ തൂക്കിക്കൊണ്ട് തന്നെ നിർവഹിച്ച ബാലി ഉത്തരക്ഷണത്തിൽ കിഴക്കേ അഴലാഴിയിൽ എത്തി. വിധി അനുസരിച്ച് തർപ്പണാദികൾ അവിടെയും കഴിച്ച ചക്രാത്മജൻ കിഷ്കിന്ധയ്ക്കു മടങ്ങി. ഭീമാകാരനായ രാവണനെ വഹിച്ചതുകൊണ്ട് അല്പമെങ്കിലും ക്ഷീണം തട്ടാത്ത ബാലി അരമനയിലെ ആരാമ മധ്യത്തിൽ ഇരുന്നു. കൈക്കുടുക്കിൽ നിന്ന് ദശാസ്യനെ വിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അങ്ങ് എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. ഏറ്റവും ക്ഷീണിച്ച ശരീരത്തോടും പകച്ചു പതറുന്ന കണ്ണുകളോടും കൂടിയ ദശാസ്യൻ കപീന്ദ്രനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു. ഹേ വാനര മഹാരാജാവേ, മഹേന്ദ്ര തുല്യനായ അങ്ങയോട് അടരാടുവാൻ വേണ്ടി എത്തിയ ഞാൻ അരക്കർക്കൊൻ രാവണനാണ്. യുദ്ധക്കൊതിയോടെ ഇവിടെ നിന്ന് അങ്ങയുടെ സമീപം അണഞ്ഞവനാണ് ഞാൻ. അങ്ങയുടെ അത്യാശ്ചര്യകരമായ കരുത്തും വീര്യവും ഗാംഭീര്യവും എന്നെ പശു സമാനമാക്കി തീർത്തു. അതിവേഗത്തിൽ അലയാഴികൾ 4ലും അനായാസമായി എന്നെ എത്തിച്ച മഹാശക്തനാണങ്ങ്. എന്നെയും എടുത്ത് വൻ സാഗരങ്ങളിൽ എത്തുക വേറൊരു വീരനും സാധിക്കാത്ത അചിന്ത്യ കർമ്മവുമാണ്. അമ്പരമാർഗത്തിൽ കൂടി ഇത്തരത്തിലുള്ള സഞ്ചാരം 3 പേർക്കേ സാധിക്കുമായിരുന്നുള്ളൂ, മനസ്സിനും വായുവിനും വൈനതേയനും മാത്രം. എന്നാൽ 4ാമതായി അങ്ങേക്കും അത്തരത്തിൽ സാധിക്കും. ഹേ കപിസത്തമ, അങ്ങയുടെ അമേയമായ ശക്തി കാണുകയാൽ അടരിനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. വാനരസിംഹമായ അങ്ങയോട് അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്യുവാനാണ്. നാം സുസ്നേഹിതരായി വസിക്കണം. ധാരങ്ങൾ, സന്താനങ്ങൾ എന്നിവരിൽ നമുക്ക് തുല്യ സ്നേഹമുണ്ടാകണം. രാജ്യങ്ങൾ, നഗരങ്ങൾ, ഭക്ഷണാദികൾ, സുഖങ്ങൾ ഇവയെല്ലാം തുല്യമായി അനുഭവിക്കാം. യാതൊന്നും ഭാഗിക്കേണ്ട. അഗ്നി ജ്വലിപ്പിച്ചു. ആ കപിരാക്ഷസർ ആലിംഗനം ചെയ്തുകൊണ്ട് ജ്യേഷ്ഠാനുജന്മാരെ പോലെയായി സസന്തോഷം കൈകോർത്തു പിടിച്ചു. ഉഗ്രങ്ങളായ 2 സിംഹങ്ങൾ ഗുഹയിലേക്ക് എന്ന പോലെ കിഷ്കിന്ധയിലേക്ക് അവർ പ്രവേശിച്ചു. സർവ്വവിധ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് 1 മാസം സുഗ്രീവനോടൊന്നിച്ച് വാനര നഗരിയിൽ വസിച്ചു. മുപ്പാരിനും മുടിവ് നൽകുവാൻ വേണ്ടി അമാത്യന്മാർ വന്ന് രാവണനെ അവിടെ നിന്ന് കൊണ്ടുപോയി. ഹേ രഘുരാമ, പണ്ട് ഇങ്ങനെയും രാവണൻ പരാജിതനായിട്ടുണ്ട്. ബാലിയാൽ അടക്കപ്പെട്ട ദശാസ്യൻ അനുജനെ പോലെയായി തീർന്നു. മഹാപ്രഭു, അമേയവര ഗർവിതനായ രാക്ഷസേശ്വരനെ കീഴടക്കത്തക്ക ശക്തിയാണ് ബാലിക്കുണ്ടായിരുന്നത്. ആ ബാലിയെ അഗ്നിപാറ്റയെ പോലെയാണ് അങ്ങ് നിഗ്രഹിച്ചത്. 3 ലോകത്ത് ജനിച്ചവരിൽ ആർക്കും ബാലിക്ക് തുല്യമായ ബലം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ദക്ഷിണ ദിക്കിൽ വാണരുളുന്ന മാമുനീന്ദ്രനോട് രഘുവരൻ കൈകൂപ്പി സവിനയം അർത്ഥപൂർണങ്ങളായ വാക്കുകൾ ചോദിച്ചു.
ഭഗവാനെ, ബാലിയുടെയും രാവണന്റെയും ബലം അചിന്യം തന്നെയാണ്. എന്നാൽ ഹനുമാനെ പോലെയുള്ള കെൽപ്പ് ഇവർക്കാർക്കും ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ശൗര്യം, ധൈര്യം, മിടുക്ക്, തേജസ്, അറിവ്, നയം, യോഗ്യത, പരാക്രമം എന്നിവയെല്ലാം വായുപുത്രനിൽ നിറഞ്ഞിട്ടുണ്ട്. കപിവരന്മാർ തെക്കൻ കടൽ കണ്ട് അഴലാണ്ടപ്പോൾ അവരെയെല്ലാം ആശ്വസിപ്പിക്കത്തക്ക വിധം 100 യോജന ദൂരം നിഷ്പ്രയാസം ചാടിക്കടന്ന് ലങ്കാരാജ്യത്തിൽ കയറി രാക്ഷസരാജന്റെ അന്തപുരത്തിലെല്ലാം അന്വേഷിച്ചു. അശോകവനികയിൽ നിന്ന് സീതയെ കണ്ട് ആശ്വാസമേകി സേനാനായകന്മാർ, മന്ത്രിപുത്രന്മാർ, ഭടപ്രമുഖന്മാർ, ദശാനനപുത്രൻ എന്നിവരെയെല്ലാം ഈ മാരുതി ഒറ്റയ്ക്കാണ് വീഴ്ത്തിയത്. ബ്രഹ്മാസ്ത്രബന്ധനം സ്വയം വിടുത്തിയ ഹനുമാൻ ആശ്വരേശ്വരനുമായി സംസാരിച്ചു. ലങ്കാരാജ്യത്തെ മുഴുവൻ യുഗാന്താനലൻ ഭൂമിയെ എന്ന പോലെ ചുട്ടുപൊട്ടിച്ചു. അന്ധകനും കുബേരനും ദേവേന്ദ്രനും മഹാവിഷ്ണുവിനും കൂടിയും ഹനുമാനുള്ളത്ര സാമർഥ്യം കാണുന്നില്ല. ഭഗവാനെ, ഈ മാരുതിയുടെ കയ്യൂക്ക് മാത്രമാണ് വൈദേഹിയെയും ലക്ഷ്മണനെയും ലങ്കയെയും അയോധ്യയെയും സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എന്നിവരെയും സർവ്വവിജയത്തെയും എനിക്ക് സമ്പാദിച്ചു തന്നത്. കഭീന്ദ്ര സജീവനായ ഈ ഹനുമാൻ ഇല്ലായിരുന്നുവെങ്കിൽ സീതയുടെ വർത്തമാനം അറിയുവാൻ കൂടി സമർത്ഥനായിട്ട് ആരാണ് ഉണ്ടാവുക? ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.